സംസ്ഥാനത്തെ ആശുപത്രികളിൽ സ്വകാര്യ കമ്പനികൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ അനുവദിക്കപ്പെട്ട കാലാവധി കഴിഞ്ഞവ. കാലപ്പഴക്കമേറിയ ഉപകരണങ്ങൾ വഴി രോഗികൾക്കുണ്ടാകുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ്. വിതരണം വ്യാപകമായതോടെ നിർത്തിവെക്കാൻ ഡ്രഗ് കൺട്രോളിന്റെ നിർദ്ദേശവും ഉണ്ടായിരിക്കുന്നു. ജനം ബ്രേക്കിംഗ്. രശ്മി കാർത്തിക ചേരുന്നു ഈ വാർത്ത തയ്യാറാക്കിയ. രശ്മി, ഗുഡ് മോർണിംഗ്. വളരെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഇങ്ങനെ വരുന്നത്. കാരണം ഇങ്ങനെ ഈ കാലപ്പഴക്കം ചെന്ന ഉപകരണങ്ങൾ ലഭ്യമാക്കുക വഴി ആദ്യം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുമായി വരുന്ന രോഗികൾ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രി വിട്ടുപോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ ആരോഗ്യരംഗത്തെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ വലിയ വിതരണം. ഈ വിതരണം വ്യാപകമായതോടെ നിർത്തിവെക്കാൻ കൂടി തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഒരു അതിര് കടന്നു പോയിരിക്കുന്നു എന്നുകൂടി വ്യക്തമാവുകയാണ് രശ്മി. ഗുഡ് മോർണിംഗ് വീണ. നമ്മൾ ഈ മരുന്നുകൾ കാലപ്പഴക്കം ചെയ്തതൊക്കെ ഉപയോഗിക്കുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട്. കാലപ്പഴക്കം ചെന്ന മരുന്നുകളൊക്കെ വിതരണം ചെയ്യുന്നു, അത് ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ. ഇത് മെഡിക്കൽ ഉപകരണങ്ങളാണ്, മെഡിക്കൽ ഡിവൈസുകളാണ്. സംസ്ഥാനത്ത് ആശുപത്രികളിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ സ്റ്റോറുകളിലും വിതരണം ചെയ്യുന്ന ഉപകരണങ്ങളാണിവ. അതായത് കഴുത്തിലൊക്കെ നമ്മൾ സർജറിക്ക് ശേഷം ഉപയോഗിക്കുന്ന ഫിലാഡൽഫിയ കോളർ, അതോടൊപ്പം തന്നെ കൈകളിലും കാലുകളിലും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന, കൈ ഒടിഞ്ഞതിന് ശേഷമൊക്കെ നമ്മൾ ബാഗ് ധരിക്കാറുണ്ട്. അത്തരത്തിലുള്ള ബാഗുകൾ പലപ്പോഴും മുറിവുകളൊക്കെ സർജറിക്കൊക്കെ ശേഷം പുറമേ ആയിരിക്കും ഇത് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് നമ്മൾ കരുതും. കാരണം ശരീരത്തിന് പുറത്തല്ലേ ഇവ ഉപയോഗിക്കുക. അതുകൊണ്ട് അതിന് കാലപ്പഴക്കമൊക്കെ പ്രശ്നമുണ്ടോ, എക്സ്പയറി ഡേറ്റ് പ്രശ്നമുണ്ടോ എന്നുള്ള സംശയമൊക്കെ ഉയരാം. പക്ഷേ അതിന് നിർബന്ധമായും എക്സ്പയറി ഡേറ്റ് നിർബന്ധമായും വേണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു ചട്ടം. കാരണം ഈ സർജറിക്ക് ശേഷം ഇത്തരത്തിൽ അതിന് പുറത്തൊക്കെ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന് കൃത്യമായ കാലപ്പഴക്കമൊക്കെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കണം ഇത്തരം ഉപകരണങ്ങളിൽ. പക്ഷേ സംസ്ഥാന വ്യാപകമായി അത് ഈ അടുത്തൊന്നുമല്ല, കാലങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വ്യാപകമായി വിതരണം ചെയ്യുന്നുണ്ട്. ഇത് എത്തിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ തിരുവനന്തപുരത്തും എറണാകുളം ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും ഡ്രഗ് കൺട്രോളർ ഇതിന്റെ ഒരു വിതരണം വ്യാപകമായതോടുകൂടി ഇത് നിർത്തിവെക്കാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉത്തരവിറക്കി. ചില സ്വകാര്യ കമ്പനികളാണ് വ്യാപകമായി മെഡിക്കൽ സ്റ്റോറുകളിലും ആശുപത്രികളിലും ഇത്തരം ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് മാത്രമേ ഉള്ളൂ. എക്സ്പയറി ഡേറ്റ് എന്നാണ് എന്നുള്ളത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് വ്യാപകമായി ഇത് നിർത്തിവെക്കാൻ ഡ്രഗ് കൺട്രോളർ നിർദ്ദേശം നൽകിയിട്ട് പോലും ഇത് വ്യാപകമായി ഇപ്പോഴും വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ആയിരങ്ങളാണ് ഈ പ്രതിദിനം ഇത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും ഒക്കെ വില കൊടുത്ത് വാങ്ങുന്നത്. ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ, അതായത് നമ്മൾ ഈ ഏതെങ്കിലുമൊക്കെ കൈയൊടിഞ്ഞോ അല്ലെങ്കിൽ മുറിവിനൊക്കെ ഇത് ഭേദമാകാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക്, അത് സ്കിൻ ഇൻഫെക്ഷൻ, ക്യാൻസർ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെക്കും എന്നുള്ളതാണ്. ഇത്തരം ഉപകരണങ്ങൾ കേടാക്കാത്തത് കൊണ്ട് തന്നെ എത്ര കാലം വേണമെങ്കിലും ഇവർക്ക് ഇത് മാറ്റി ഇവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വിതരണം പൂർണ്ണമായി നിർത്തിവെച്ച് അടിയന്തരമായിട്ടൊരു ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വേണമെന്നുള്ളതാണ് ഉയരുന്നൊരാവശ്യം. നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഉപകരണങ്ങളാണ് ഇവ. പക്ഷേ ഇതുവഴി ഉണ്ടാക്കുന്നത് സ്കിൻ ക്യാൻസർ അല്ലെങ്കിൽ ആ മുറിവ് ഇൻഫെക്റ്റഡ് ആവുന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും എന്നുള്ളതാണ് ആ കണ്ടെത്തൽ. ഡ്രഗ് കൺട്രോളറുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതും അതിനുശേഷവും ഇത് കഴിഞ്ഞ 5-ാം തീയതി ഉൾപ്പെടെ ഈ നിർദ്ദേശം എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും വ്യാപകമായി ഇത് വിപണിയിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ. ശരി രശ്മി.